നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെണ്ടക്കായും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചിട്ട് കുഴഞ്ഞു പോകാതെ വളരെ സിമ്പിളും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. നമുക്കപ്പോൾ വെണ്ടക്കായും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. ഒരു 1 കിലോളം അളവിൽ വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ ഒരുപാട് കനം കുറച്ചിട്ടും വേണ്ട, ഒരുപാട് കട്ടിയിലും വേണ്ട. ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്താൽ മതി. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാനിത് മുറിച്ചെടുക്കണത്. എല്ലാം മുറിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, വെണ്ടക്കായ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനും ഇതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. ഉരുളക്കിഴങ്ങ് നമുക്ക് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് കനം കുറച്ച് തന്നെയാണ് മുറിച്ചെടുക്കേണ്ടത്. രണ്ടും കൂടെ ഒരുമിച്ച് വെന്ത് വരണ ഒരു രീതിയിൽ വേണം മുറിച്ചെടുക്കാൻ. അതിനുശേഷം ഇതുപോലെ ചെറുതാക്കി മുറിക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി എന്ന് പറയുമ്പോൾ ഒരു 15ഓളം ചെറിയുള്ളി ഇതുപോലെ ഒന്ന് കനം കുറച്ച് മുറിച്ചതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3-4 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ചെറിയുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി ഇപ്പോൾ കണ്ടോ, ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമുക്ക് ചതച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് തന്നെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം അളവിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഉള്ളി നന്നായിട്ട് തന്നെ മൂത്തും വരും. ആ ഒരു പൊടികളുടെ പച്ചമണവും കാര്യങ്ങളെല്ലാം മാറിയും വരും. കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ താഴേന്ന് മുകളിലേക്ക് എന്നുള്ള ഒരു രീതിയിൽ ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഇളക്കി ഈ വെണ്ടക്കായ കുഴയണ ഒരു രീതിയിൽ എടുക്കരുത്. പിന്നെ വെണ്ടക്കായ ഇട്ടതിന് ശേഷം അപ്പം തന്നെ ഇത് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ വെണ്ടക്കായ കുഴഞ്ഞു പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. ഇപ്പം എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. വെണ്ടക്കായ ഒന്ന് വഴന്നു കേട്ടോ. നന്നായിട്ട് ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. വെണ്ടക്കായ ഒന്ന് വഴന്നതിന് ശേഷം മാത്രം ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്താൽ മതി. ഇപ്പോൾ കണ്ടോ, ഈ ഒരു വെണ്ടക്കായ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. സ്റ്റിക്കി ആയിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ വെണ്ടക്കായ കഴുകിയെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് സമയം വെള്ളത്തിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് മാറും. ഇനി ഇത് കുഴഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് അത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പാവാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു നോട്ടെ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് വരണ്ടേ. ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കഴിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരുപാട് വെള്ളം അങ്ങോട്ടായിട്ടേ കുഴഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നോളും, വെണ്ടക്കായ കുഴഞ്ഞു വരിക. ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വന്നോട്ടെ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പ് കുറച്ച് കുറവാണ്, ഒരു ഇത്തിരി കൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തുറന്ന് വെച്ച് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ ഒന്നും കൂടി. ഇനിയിപ്പോൾ ഞാൻ തീ കുറച്ച് വയ്ക്കണം കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വെണ്ടക്കായ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. തീരെ കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ആ ഒരു ഉള്ളിയുടെ ഫ്ലേവർ, അതുപോലെ ചില്ലി ഫ്ലേക്സിൻ്റെ ആ ഒരു ടേസ്റ്റ്, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങൊക്കെ കണ്ടോ അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് എപ്പോഴും ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ വെന്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ കൂടെ കിടന്നിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.